ഈ സിനിമയുടെ അകത്ത് ക്ലൈമാക്സിനോട് അടുപ്പിച്ച് ഒരു പെട്രോൾ ഹെഡ് വാഹനത്തിൽ ഗണേഷ് കുമാർ കയറി പോവുകയാണ്. അതിന് വല്ലാത്ത ഒരു റെലവൻസ് ഉണ്ട് ഈ കാലഘട്ടത്തിൽ. കാരണം ഗതാഗത വകുപ്പ് കൈയാളുന്ന ഒരാള് ഇലക്ട്രോണിക് വാഹനങ്ങളുള്ള ഒരു സമയത്ത് പെട്രോൾ ഹെഡ് വണ്ടി എടുത്ത് ഒരു ഹീറോയിക് ആയിട്ടുള്ള ഒരു കാര്യം ചെയ്യാൻ പോവുകയാണ്. അതിന് വല്ലാത്തൊരു പ്രസക്തിയുണ്ട്. അതൊരു സിനിമാറ്റിക്കലിയും അതൊരു മൊമെന്റ് ആണ്. അപ്പൊ ആ സീനിലൊരു മേക്കിംഗ് അല്ലെങ്കിൽ അതിന് ഇപ്പോഴത്തെ പ്രസക്തി അതിനെ പറ്റിയൊക്കെ ഒന്ന് പറയാം. ഒരു ഇന്ന് അടുത്തൊരു തലമുറയ്ക്ക് അറിയാത്തൊരു സാധനമാണ് ഈ വിക്ടർ സൂക്ഷിച്ചു വെക്കുന്നത്. ഈ പെട്രോൾ വണ്ടി എന്ന് പറയുന്നത് അതിങ്ങനെ ഒതുക്കി വെച്ചിരിക്കുക, ആരും കാണാതെ മൂടിയിട്ടിരിക്കുക. പെട്ടെന്ന് അവർ കാര്യം വിളിച്ചവരെ കൊണ്ട് പോവുകയാണ്. പോയിട്ട് ഇവരെ ഏരിയനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മൾ പോകുമ്പോൾ പെട്ടെന്ന് ആ ഷീറ്റ് ഇങ്ങനെ മാറ്റുമ്പോഴാണ് ഈ പെട്രോൾ കാർ. ഇവരാരും പെട്രോൾ വണ്ടി കണ്ടിട്ടില്ല. അത് ജനറേഷനെ പഴയ ഒരു സാധനം നമ്മൾ നൊസ്റ്റാൾജിക്കായിട്ട് സൂക്ഷിക്കുന്ന ചില സാധനങ്ങളുണ്ട്. നമ്മുടെ പഴയ ടേപ്പ് റെക്കോർഡ്, പഴയ റെക്കോർഡ് പ്ലെയറൊക്കെ സൂക്ഷിക്കും ആൾക്കാർ, റെക്കോർഡ് ഒക്കെ. അതുപോലെ ആ ഡിസ്കൊക്കെ സൂക്ഷിക്കുന്ന പോലെ അതിൻ്റെ ഈ ഗ്രാമഫോൺ സൂക്ഷിച്ചു വയ്ക്കുക. അങ്ങനെയൊക്കെയുള്ളൊരു സാധനമായിട്ട് വളരെ വാല്യൂബിളായിട്ട് ആരും കാണാതെ സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണ്. പെട്രോൾ വണ്ടി വെളിയിൽ കണ്ടാൽ കുഴപ്പം. പിന്നെ ഈ ബാറ്ററി വണ്ടി പോയാലും എവിടെ പോയാലും അറിയുമെന്ന് വിക്ടർ പറയുന്നുണ്ട് ഒരു സ്ഥലത്ത്. അതാണ് അതിൻ്റെ ഒരു രസമായിട്ട് തോന്നിയത്. അതിനകത്ത് വേറെയും കാര്യം അതൊരു പിന്നീട് വന്ന സീനാണ് കേട്ടോ കഥ പറയുമ്പോൾ. എനിക്ക് തോന്നുന്നു ഒരു ഫ്യൂച്ചറിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ കറണ്ട് ജനറേഷൻ്റെ ഒരു റെപ്രസെൻറ്റേഷൻ എന്നുള്ള രീതിയിലാണ് സാറിനെ അതിനകത്ത് നമ്മളൊരു കുറച്ച് പ്രായമുള്ള ആളായിട്ട് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ കാലത്ത് അതിൻ്റെ ഒരു മെറ്റാനസ് കീപ്പ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഒരു പെട്രോൾ ഹെഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ബാറ്ററി യുഗത്തിൽ ഒരു ഇന്റേണൽ കമ്പഷൻ എഞ്ചിൻ യൂസ് ചെയ്യുന്ന ഒരു വണ്ടി ഓടിക്കുന്ന ഒരാളായിട്ട് കാണിക്കാൻ മറ്റൊരു പെട്രോൾ ഹെഡ് ഇല്ല നമ്മളുടെ ഈ പോപ്പുലർ കൾച്ചറിൽ. തൊഴിൽ ഗണേശ് സാറാണ്. സാറിനുള്ള വണ്ടിയുടെ കമ്പം ഗ്യാഡ്ജറ്റിനുള്ള കമ്പം നോക്കില്ല അറിയാവുന്നതാണ്. ഞാൻ അതിൻ്റെ ഒരു ഇരയാണ്. എന്നെ ഇടയ്ക്ക് തൃശ്ശൂരൊക്കെ വിടും പഴയ മറ്റേ 50കളിലെ ട്രേപ്പ് റെക്കോർഡൊക്കെ വാങ്ങാനായിട്ടൊക്കെ. അപ്പോൾ ഇതുപോലത്തെ കളക്ഷൻസ് മേടിച്ചെന്ന് കഴിഞ്ഞാൽ മറ്റേ സയന്റിസ്റ്റിന്റെ റൂമിലിരിക്കും കുറേ ഐറ്റംസ് ഉണ്ട്. ഞങ്ങൾ തന്നെ കൊട്ടാരക്കരയിലുള്ള സ്റ്റോറി ടോണി സ്റ്റാർക്ക് വിളിക്കാം. സാറിനെ ആ ഒരു വിസ്കിഡായിട്ട് അടുത്ത് കാണാൻ പറ്റുന്ന വളരെ ഫോർച്ചുനേറ്റ് ആയിട്ടുള്ള വ്യക്തിയും കൂടിയാണ് ഞാൻ. അപ്പം